റിപ്പോർട്ട് ബ്രേക്കിംഗ്. ജില്ലാ സ്കൂൾ കായികമേള നടത്തിപ്പിന് ചെലവായ തുക നൽകാനാകാതെ വിദ്യാഭ്യാസ വകുപ്പ്. ലക്ഷങ്ങളാണ് അധ്യാപകർക്ക് നൽകാനുള്ളത്. കായികമേള കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ടും പണം പൂർണ്ണമായും നൽകാത്തതോടെ അധ്യാപകർ പ്രതിസന്ധിയിലാണ്. പണം ഉടൻ ലഭ്യമാക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ മറുപടി. സുനിഷ അയലൂർ നമുക്കൊപ്പം ചേരുന്നു. സുനിഷ അയലൂർ, ഗുഡ് മോർണിംഗ്. ലക്ഷങ്ങളാണ് കൊടുക്കാനുള്ളത്. ഇതൊക്കെ എപ്പോൾ കൊടുത്തു തീർക്കും? സുജിയ, ഗുഡ് മോർണിംഗ്. അതുതന്നെയാണ് ഈ അധ്യാപകർക്കും ചോദിക്കാനുള്ളത്. എപ്പോഴാണ് ഇതൊക്കെ നൽകി തീർക്കുക എന്നുള്ളത് തന്നെയാണ്. സുജിയ, നമുക്കറിയാം ഇത്തവണ ഒളിമ്പിക്സ് മാതൃകയിലൊക്കെ ആയിരുന്നു സംസ്ഥാന കായികമേള ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് മുന്നോടിയായി നടന്ന ജില്ലാ കായികമേളയൊക്കെ വിപുലമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ജില്ലാ കായികമേളയിൽ അധ്യാപകർ മുടക്കിയ പണം ഇതുവരെ വിദ്യാഭ്യാസ വകുപ്പിന് തിരിച്ചു നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് അടുത്ത അധ്യയന വർഷം തുടങ്ങാനായി പോവുകയാണ്. ഈ അധ്യയന വർഷം പൂർത്തിയായി. പക്ഷേ എന്നിട്ടും 2024 ഒക്ടോബറിൽ നടന്ന ഈ കായികമേളയുടെ പണം ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണ രീതിയിൽ ജില്ലാ കായികമേളയിൽ ഒരു റവന്യൂ ജില്ലയിൽപ്പെട്ടിട്ടുള്ള ഒരു അധ്യാപകനാണ് ഇതിന്റെ മുഴുവൻ ചുമതലയും ഉണ്ടാവുക. അപ്പൊ സ്വാഭാവികമായും ജില്ലാ കായികമേളയുമായി ബന്ധപ്പെട്ടുള്ള മത്സരങ്ങൾ, റഫറികളെ കൊണ്ടുവരുന്നത്, ഈ ഭക്ഷണം, ഒപ്പം തന്നെ സബ് ജില്ലാ ലെവലിൽ കൂടുതൽ സബ് ജില്ലകൾ വരുമ്പോൾ, മത്സരാർത്ഥികൾ വരുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയും കൂടുതൽ പണം ചെലവാകുന്ന സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ തിരുവനന്തപുരത്ത് മാത്രം 17 ലക്ഷം രൂപയാണ് ജില്ലാ കായികമേള നടത്താൻ മാത്രം വേണ്ടി വന്നത്. ഒപ്പം തന്നെ മറ്റു ജില്ലകൾ നോക്കിയാൽ, ഈ എറണാകുളം നോക്കിയാൽ 13.5 ലക്ഷം ആവശ്യമായി വന്നിരുന്നു. മലപ്പുറം നോക്കിയാൽ 15 ലക്ഷം. അങ്ങനെ പല ജില്ലകളിലും ഇത്രയധികം ലക്ഷങ്ങൾ ചെലവായിട്ടുണ്ട്. പക്ഷേ നൽകിയ തുക, ഇനിയും നൽകാനുള്ള തുക നോക്കുകയാണെങ്കിൽ ഓരോ ജില്ലകളിലും 4 ലക്ഷം, 3 ലക്ഷം, അങ്ങനെ 3.5 ലക്ഷം തുടങ്ങി വിവിധ ജില്ലകളിലായി നൽകാനുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതൊന്നും തന്നെ ഇതുവരെയും ലഭിച്ചിട്ടില്ല. പല കുറി വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെടുമ്പോൾ നൽകാം, ഉടൻ നൽകും എന്നുള്ളൊരു മറുപടി മാത്രമാണ് ലഭിക്കുന്നത്. ഇങ്ങനെ വരുമ്പോഴുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഈ അധ്യാപകർ പറയുന്നത് അടുത്ത വർഷം മുതൽ അങ്ങനെയാണെങ്കിൽ ഈ നടത്തിപ്പിന്റെ ചുമതലയിൽ നിൽക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട് എന്നതാണ്. കാരണം ഈ 2022-23 നടന്ന കായികമേളയുടെ തന്നെ കുടിശ്ശിക ഇനിയും നൽകാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന് പിന്നാലെ ആ കുടിശ്ശിക ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് 2024 നടന്ന കായികമേളയുടെ പണം ഇനിയും നൽകാനുണ്ട് എന്നുള്ളത് പറയുന്നത് എന്നതാണ്. സാധാരണ രീതിയിൽ ഇത്തവണ ഒളിമ്പിക്സ് മാതൃകയിലായതുകൊണ്ട് തന്നെ 20ഓളം കായികമേളയായിരുന്നു പണ്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അത് 40-ലേറെ കായികമേളയായിട്ട് ഗെയിംസ് ഐറ്റം തന്നെ 40-ലേറെയായി മാറിയിരുന്നു. പിന്നെ അത്ലറ്റിക്സ് നോക്കിയാലും അക്വാട്ടിക് ഐറ്റം നോക്കിയാലും അങ്ങനെ കൂടുതൽ ഇനങ്ങൾ ഇത്തവണ ഉണ്ടായിരുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പണം ഈ ജില്ലാ സ്പോർട്സ് ഓഫീസർ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ പണം അതിന്റെ ആവശ്യകതയായി വരികയും ചെയ്തിരുന്നു എന്നതാണ്. നിലവിൽ ഈ അധ്യാപകർ പറയുന്നത് ഇതുവരെയും ഇത് നൽകാൻ തയ്യാറായിട്ടില്ല. 6 മാസത്തോളമായി. ഏതായാലും ഉടൻ നൽകും. വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ പറയുന്നത് ഉടൻ നൽകുമെന്നുള്ളതാണ്. ഏതായാലും ഉടൻ ലഭിക്കുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ കായിക അധ്യാപകരുമുള്ളത്. സുജയ, 6 മാസമായി സുനിഷ. ഇനി എപ്പോഴാണ് ഉടൻ എന്നുള്ളതല്ല, വൈകിപ്പോയി, ശ്രമിക്കണം, തരാം എന്നാണ് പറയേണ്ടത്. താങ്ക് യു സുനിഷ. അപ്പോൾ ഇന്നത്തെ ദിവസം കൂടുതൽ ഗംഭീരമാകട്ടെ. അടുത്ത വാർത്തയുമായി സുനിഷയെ വീണ്ടും കാണാം.